നവംബർ 2 ഞായറാഴ്ച. ലൂക്ക 7:11 മുതൽ 17 വരെ വാക്യങ്ങൾ. എല്ലാ വർഷവും നവംബർ 2 ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ മരിച്ചുപോയ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആദരിക്കുന്നു. ഈ ദിവസം എല്ലാ ആത്മാക്കളുടെയും ദിനം അല്ലെങ്കിൽ ഓൾ സോൾസ് ഡേ എന്നറിയപ്പെടുന്നു. പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും പരേതരെ ബഹുമാനിക്കുന്നതിനുമുള്ള ഒരു സമയമാണിത്. പ്രാർത്ഥനയിലൂടെയും അനുസ്മരണ പ്രവൃത്തികളിലൂടെയും ജീവിച്ചിരിക്കുന്നവരും പരേതരും ഒന്നിക്കുന്നു. ഈ ആചാരം സ്നേഹത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും ഒരു പ്രവൃത്തിയായി കാണാം. ഇത് വിശ്വാസികളുടെ ആഗോള സമൂഹത്തിനുള്ളിൽ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു. സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ചില ആത്മാക്കൾ ശുദ്ധീകരണത്തിന് വിധേയമാകുമെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. ഈ പ്രക്രിയ ശുദ്ധീകരണ സ്ഥലം എന്നറിയപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് സംഭവിക്കുന്നത്. ഭൂമിയിലെ വിശ്വാസികൾക്ക് പ്രാർത്ഥനയിലൂടെയും സൽപ്രവൃത്തികളിലൂടെയും ഈ ആത്മാക്കളെ സഹായിക്കാൻ കഴിയും. പുരാതന തിരുവെഴുത്തുകളിൽ ഈ ആചാരത്തിൻ്റെ വേരുകൾ കണ്ടെത്തുന്നു. പഴയ നിയമത്തിലെ മക്കാബീസിൻ്റെ പുസ്തകത്തിൽ മരിച്ചവർക്ക് വേണ്ടി അർപ്പിക്കുന്ന പ്രാർത്ഥനകളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഈ മധ്യസ്ഥ പ്രാർത്ഥന ഇന്നും ഇന്നത്തെ ആചരണത്തിൻ്റെ കേന്ദ്രബിന്ദുവായി തുടരുന്നു. ഈ ആത്മീയ ആചാരങ്ങളിലൂടെ പരേതരായ ആത്മാക്കൾക്ക് അവരുടെ നിത്യപ്രതിഫലം അനുഭവിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മരണത്തെ മറികടക്കുന്ന സ്നേഹത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെ ഒരു പ്രവൃത്തിയെ ഇത് പ്രതിനിധീകരിക്കുന്നു. 3-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി കാറ്റക്കോം ലിഖിതങ്ങളിൽ നിന്നുള്ള തെളിവുകൾ കാണിക്കുന്നു. ടെർട്ടൂലിയൻ, സിപ്രിയൻ തുടങ്ങിയ ആദ്യകാല സഭാപിതാക്കന്മാർ ഈ ആചാരങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മരണശേഷം ആത്മാക്കളെ പ്രാർത്ഥന വഴി സഹായിക്കാമെന്ന് അവർ വിശ്വസിച്ചു. മരിച്ചുപോയ വിശ്വാസികൾക്കായുള്ള ആരാധനക്രമ അനുസ്മരണങ്ങൾ സാധാരണമായിരുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയുടെ മനോഹരമായൊരു പാരമ്പര്യത്തിന് അത് രൂപം നൽകി. ജീവിതത്തിനും നിത്യതയ്ക്കും ഇടയിലുള്ള അതിരുകൾ മറികടന്ന് അവരോടുള്ള സ്നേഹം നാം കാണിക്കുന്നു. AD 998 ക്ലൂണിയിലെ വിശുദ്ധ ഒഡീലോ നവംബർ 2 ഒരു പ്രത്യേക അനുസ്മരണ ദിനമായി സ്ഥാപിച്ചു. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായുള്ള പ്രാർത്ഥനയ്ക്കായി അദ്ദേഹം ആ ദിവസത്തെ സമർപ്പിച്ചു. ഈ ബെനഡിക്റ്റൈൻ മഠാധിപതി ദരിദ്രർക്ക് വേണ്ടിയുള്ള ദാനധർമ്മവുമായി നവംബർ 2 ആചരണത്തെ ബന്ധിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കൽപ്പന ശക്തമായ ഒരു ആത്മീയ ആചാരം സൃഷ്ടിച്ചു. മരിച്ചവർക്കായി ആശ്രമത്തിൽ കുർബാനകളും പ്രാർത്ഥനകളും അർപ്പിക്കാൻ തുടങ്ങി. നൂറ്റാണ്ടുകളുടെ വിശ്വസ്തമായ ഈ ആചരണം ഈ ദിവസത്തെ മഹത്വീകരിക്കുന്നു. ക്രിസ്തീയ ലോകമെമ്പാടും പ്രത്യാശ, ദാനധർമ്മം എന്നിവയ്ക്ക് ഒരു തെളിവായി ഇത് നിലകൊള്ളുന്നു. ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ വിലപ്പെട്ടവനാണെന്നും ഓരോ മനുഷ്യനും പൂർണ്ണമായി ജീവിക്കാൻ വേണ്ടി ക്രിസ്തു നമുക്കായി മരിച്ചുവെന്നും ആരെയും ഉപയോഗശൂന്യമായി കണക്കാക്കരുതെന്നും ആണ്. ഇന്ന് സഭയിൽ ദൈവത്തിന് നമ്മോടുള്ള നിരുപാധികമായ സ്നേഹത്തിന് നാം കൂടുതൽ ഊന്നൽ നൽകുന്നു. മരിച്ചുപോയവരുടെ പാപത്തേക്കാൾ അത് അവരുടെ സ്നേഹം ശക്തമാണെന്ന് വിശ്വസിക്കുന്നു. അവരുടെ ജീവിതം ലഭിച്ചിരിക്കുന്ന ദാനത്തിലും മരണാനന്തര ജീവിതത്തിൻ്റെ ദൈവത്തിൻ്റെ ദാനത്തിലുമാണ് നാം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയ
നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി ബലിയർപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഓൾ സോൾസ് ഡേ. മരിച്ചവർ ജീവിക്കുന്നവരുമായി ഐക്യപ്പെടുന്ന ഒരു ക്രിസ്തീയ സമൂഹത്തിൽപ്പെട്ടവരാണ് നമ്മൾ എന്ന് തിരിച്ചറിയാനുള്ള ദിവസവും കൂടിയാണിത്. എല്ലാവർക്കും ഇന്നത്തെ ഓർമ്മദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.